ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിലിം ടെല്ലർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ ഒരു സ്റ്റൈലിഷ് ഹോളിവുഡ് ക്രൈം ത്രില്ലർ ക്രൈം 101. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയാമോ? നമ്മളെല്ലാം മാർവൽ സിനിമകളിൽ കണ്ടിട്ടുള്ള രണ്ട് ഫേവറിറ്റ് ഫേസുകൾ ഇവിടെ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതായത് തോർ എവിടെ ഒരു മാസ്റ്റർ മൈൻഡ് കള്ളൻ, ഹൾക്ക് ഒരു ഷാർപ്പ് കാൽക്കുലേറ്റഡ് പോലീസ് ഓഫീസർ. ഇവിടെ സാധാരണ കള്ളനും പോലീസുമല്ല, ഇരുവരും ഹൈലി ഇൻ്റലിജൻറ്റ് മൈൻഡ് ഗെയിം കളിക്കുന്നവർ. കള്ളനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ ഇതുവരെ നടത്തിയ എല്ലാ മോഷണങ്ങളും പെർഫെക്റ്റ്, ക്ലീൻ, നോ എവിഡൻസ്. ഒരു ചെറിയ ക്ലൂ പോലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഓരോ ക്രൈമും ഒരു ആർട്ട് വർക്ക് പോലെയാണ് ചെയ്യുന്നത്. പക്ഷേ പോലീസ് സൈഡ് നോക്കിയാൽ കാര്യങ്ങൾ അത്ര ഈസിയല്ല. കള്ളൻ ആരാണെന്നറിയില്ല, പക്ഷേ അവൻ എങ്ങനെ ചിന്തിക്കും, എവിടെ സ്ട്രൈക്ക് ചെയ്യും, അവൻ്റെ പാറ്റേൺ എന്താണ്, എല്ലാം പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ വരുന്ന ട്വിസ്റ്റ്സ്, മൈൻഡ് ഗെയിംസ്, അൺഎക്സ്പെക്റ്റഡ് ടേൺസ്, അതെല്ലാം തന്നെയാണ് ക്രൈം 101നെ വേറിട്ടതാക്കുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ രാത്രി സമയം. നായകൻ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഷീറ്റ് നിലത്ത് വിരിച്ചിട്ട് അതിനു മുകളിൽ നിൽക്കുന്നു. പിന്നീട് വളരെ ശ്രദ്ധയോടെ തലമുടി കുടയാൻ തുടങ്ങുന്നു. കാരണം സിമ്പിളാണ്, ഒരു ചെറിയ മുടി പോലും പുറത്തേക്ക് വീണാൽ അതിലൂടെ അദ്ദേഹത്തിൻ്റെ DNA ട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഓരോ ഹെയർ സ്ട്രാൻഡ് പോലും ആ ഷീറ്റിൽ തന്നെ വീഴുന്ന പോലെ എക്സ്ട്രീം പ്രിസിഷൻ ഉപയോഗിച്ച് അവനത് ചെയ്യുന്നു. അങ്ങനെ തല നന്നായി കുടഞ്ഞ ശേഷം ആ ഷീറ്റ് പാക്ക് ചെയ്ത് വേസ്റ്റ് ബിന്നിലിടുന്നു. ഇതിലൂടെ തന്നെ നമ്മൾക്ക് മനസ്സിലാകും, ഇവൻ സാധാരണ കള്ളനല്ല, പെർഫെക്ഷൻ ഒബ്സെസ്ഡ് മാസ്റ്റർ മൈൻഡ്. അതേസമയം മറ്റൊരു സ്ഥലത്ത് രണ്ടുപേർ കാറിൽ ഒരു ഡയമണ്ട് ഷോപ്പ് ലക്ഷ്യമാക്കി പോകുകയാണ്. അതേസമയം ഒരു ഇൻഷുറൻസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ കാണിക്കുന്നു. നമുക്കവരെ ഏജന്റ് എന്ന് വിളിക്കാം. അവരെ കണ്ടാൽ കഷ്ടമെന്ന് തോന്നും വിധം അത്രയും സങ്കടം നിറഞ്ഞൊരു മുഖമാണവർക്ക്. ജീവിതത്തിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് രാത്രിയായാൽ അവർക്ക് ഉറക്കം പോലും വരുന്നില്ല. അത്രയ്ക്ക് വിഷമമുണ്ട്. ഒരുപാട് മെഡിറ്റേഷൻ ഓഡിയോകളൊക്കെ കേട്ടിട്ടും ഉറക്കം മാത്രം വരുന്നില്ല. ഉറക്കമില്ലാത്തത് കാരണം കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ അവർ പൗഡറിട്ട് മറയ്ക്കുകയാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ പോലീസ് ഡിറ്റക്റ്റീവ് ഹൾക്ക് രാത്രി കഴിഞ്ഞു പുലർച്ചെ വീട്ടിലിരുന്ന് ശാന്തമായി ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഡയമണ്ട് ഷോപ്പിലേക്ക് വന്നാൽ അവിടെ ഷോപ്പ് ഓണറും കൂടെ വന്ന ഒരു താടിക്കാരനും ഒരു പയ്യനും നിൽക്കുന്നു. ഉടമ കുറച്ച് സംശയത്തോടെ ചോദിക്കുന്നു, ഇവനാരാ? നിന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടല്ലോ, മുൻപ് കണ്ടിട്ടില്ലല്ലോ. അതിന് താടിക്കാരൻ കൂളായി മറുപടി നൽകുന്നു, ഇവൻ നമ്മുടെ പയ്യനാണ്, നിങ്ങൾ കൊടുക്കാനുള്ളത് കൊടുത്താൽ ഞങ്ങൾ പോകാം. അതിനുശേഷം പോസ്റ്റ് കവർ പോലുള്ള ചില കവറുകളിൽ ഡയമണ്ട്സ് ഓണർ അവർക്ക് കൈമാറുന്നു. ഇവിടെ തന്നെ ഒരു ഇല്ലീഗൽ ഡീൽ വൈബ് തുടങ്ങുന്നു. ഇനി വീണ്ടും നായകന്റെ അടുത്തേക്ക് വന്നാൽ ഇപ്പോൾ അദ്ദേഹം ഫുൾ റെഡി. കോട്ട്, സ്യൂട്ട്, ഷാർപ്പ് ലുക്ക്, കയ്യിൽ സേഫ്റ്റിക്കായി ഒരു ഗൺ, ഫോണിൽ ഒരു ലൈവ് മാപ്പ്, ആരൊക്കെ എവിടേക്ക് പോകുന്നു എന്ന് ട്രാക്ക് ചെയ്യുന്നു. അവൻ കാറെടുത്ത് ടാർഗറ്റിന്റെ കാർ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞ് ഒറ്റപ്പെട്ട ഒരു തുരങ്കത്തിനടിയിൽ അവൻ സഡനായി തന്റെ കാർ മുന്നിൽ കയറ്റി ടാർഗറ്റിന്റെ കാറിനെ ബ്ലോക്ക് ചെയ്യുന്നു. എടാ, പാതിരാത്രിയിൽ എന്തിനാടാ റോട്ടിലിങ്ങനെ വണ്ടി നിർത്തിയത്? ബാക്കിയുള്ളവർക്ക് എങ്ങനെ പോകാൻ പറ്റും? വണ്ടി മാറ്റടാ. കാറിനുള്ളിൽ നിന്ന് അവർ അലറുമ്പോഴും നായകൻ ഒരു പ്രതികരണവും കാണിക്കില്ല. ശാന്തമായി അവൻ മുഖംമൂടി ധരിച്ച് കയ്യിൽ തോക്കെടുത്ത് കാറിൽ നിന്നിറങ്ങുന്നു. ആ ഒരു നിമിഷം അറ്റ്മോസ്ഫിയർ തന്നെ മാറുന്നു. തോക്കിൻ മുനയിൽ നിൽക്കുമ്പോൾ അവനിനി വഴിയില്ല. നായകൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. നിന്റെ ഫോൺ എവിടെ? കാറിനുള്ളിലുണ്ട്. നീ മാത്രം എന്തിനാ പുറത്തു നിൽക്കുന്നത്? നീയും ഉള്ളിൽ പോയി കിടക്ക്. നിന്റെ കാറിലല്ല, എന്റെ കാറിന്റെ ഡെക്കിക്കുള്ളിൽ പോയി കിടക്ക്. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ അവനെ ഡെക്കിയിലാക്കി പൂട്ടുന്നു. എന്നിട്ട് അവന്റെ ഫോൺ മാത്രം എടുത്തു. രണ്ടാമത്തെ കാര്യം, നേരത്തെ നായകൻ ആ കാറിനെ പിന്തുടരാൻ അതിന്റെ അടിയിൽ ഒരു GPS ട്രാക്കർ വച്ചിരുന്നു. അതവിടെ ഉപേക്ഷിച്ചാൽ അതൊരു തെളിവാകുമെന്ന് കരുതി നായകൻ ആ ട്രാക്കറും തിരിച്ചെടുത്തു. എന്നിട്ട് ആ കാർ അവിടെ ഇട്ടിട്ട് നായകൻ തന്റെ കാറിൽ അവിടുന്ന് പോയി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുത്തു. ഇനി ഡയമണ്ട് ഷോപ്പിലേക്ക് വന്നാൽ ഉടമ താടിക്കാരന് ചില ഡയമണ്ടുകൾ നൽകുന്നു. എന്നിട്ട് കൂടെയുള്ളവനെ പുറത്തു നിർത്തിയിട്ട് താടിക്കാരനെ മാത്രം ഉള്ളിലേക്ക് വിളിക്കുന്നു. ഇന്ന് നീ ഒരു പാഴ്സലല്ല, 2 പാഴ്സലുകൾ കൊണ്ടുപോകണം. ഈ കവറിലുള്ളത് 8 കാരറ്റ് പ്യുവർ ഒറിജിനൽ ഡയമണ്ടുകളാണ്. പുറത്തുവെച്ച് ഞാൻ നിനക്ക് നൽകിയ സ്യൂട്ട് കേസിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഇത് സ്യൂട്ട് കേസിൽ വെക്കാതെ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചു കൊണ്ടുപോകണം എന്ന് ഉടമ പറയുന്നു. സുരക്ഷയ്ക്കായി വല്ല ആയുധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവനൊരു പഴയ തോക്ക് കാണിച്ചു. ഇത് നിന്റെ അപ്പൂപ്പന്റെ കാലത്തെ തോക്കാണോ? ഇതിട്ട് വെടിവെച്ചാൽ വെടികൊള്ളുന്നതിന് പകരം നീ നിന്നെ തന്നെ വെടിവെക്കുമല്ലോ എന്ന് പരിഹസിച്ച് ഉടമ ഒരു പുതിയ തോക്ക് നൽകുന്നു. അവർ പോകാൻ തുടങ്ങുമ്പോൾ നായകൻ കാറുമായി കടയുടെ മുന്നിലെത്തുന്നു. ഉടമ പറയുന്നു, നീ കൊണ്ടുപോകുന്ന ഡയമണ്ടുകൾക്ക് $3 മില്യൺ വിലയുണ്ട്. അതുകൊണ്ട് നിന്റെ സുരക്ഷയ്ക്കായി ഞാനൊരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ചു ദൂരം ആ കാർ നിന്റെ പിന്നാലെ വരും, സൂക്ഷിച്ചു പോകണം. സംഗതി മനസ്സിലായോ? യഥാർത്ഥത്തിൽ നായകൻ ആരെയാണോ തട്ടിക്കൊണ്ടുപോയി ഡിക്കിയിലിട്ടത് അവനായിരുന്നു ഈ ഡയമണ്ട്സിന് സെക്യൂരിറ്റിയായി വരേണ്ടിയിരുന്നത്. നായകൻ അവനെ തട്ടിക്കൊണ്ടുപോയി ആ സ്ഥാനം കൈക്കലാക്കി. ഇതിപ്പോൾ ആർക്കും അറിയില്ല. താടിക്കാരന്റെ കാർ നീങ്ങുന്നു, പിന്നാലെ നായകന്റെ കാറും.
ഹൈവേ 101ലെ ഒരു പാർക്കിങ്ങിൽ അവർ വണ്ടി നിർത്തുമ്പോൾ നായകൻ തന്റെ കാർ അവരുടെ കാറിനോട് ചേർത്ത് നിർത്തുന്നു. മുഖംമൂടി ധരിച്ച നായകൻ തന്റെ തോക്ക് അവരുടെ നേരെ ചൂണ്ടുന്നു. സുരക്ഷയ്ക്ക് വന്നവൻ തന്നെ തങ്ങളെ കൊള്ളയടിക്കാൻ നോക്കുന്നത് കണ്ട് അവർ ഞെട്ടിപ്പോവുകയാണ്. നായകന്റെ കയ്യിലുള്ള തോക്ക് അടുത്ത കാറിലുള്ള 2 പേർക്ക് നേരെയാണ്. തങ്ങളെ സംരക്ഷിക്കാൻ വന്നവൻ തന്നെ തങ്ങളെ ചതിച്ചല്ലോ എന്നവർ അന്തം വിട്ടു നിൽക്കുകയാണ്. നായകൻ ഈ സാഹചര്യം വളരെ സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നു. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചാൽ ആർക്കും ഒരു കുഴപ്പവുമുണ്ടാവില്ല. നിങ്ങളുടെ കയ്യിലുള്ള തോക്കും ഫോണും എല്ലാം എടുത്തെന്റെ കാറിലേക്കിട്ടോ. അവരിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയ ശേഷം നായകൻ കാറിൽ നിന്നിറങ്ങി താടിക്കാരനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സ്യൂട്ട് കേസിലുള്ളത് വ്യാജ ഡയമണ്ട്സ് ആണെന്നും യഥാർത്ഥ ഡയമണ്ട് അവൻ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും നായകൻ മനസ്സിലാക്കിയിരുന്നു. അതെങ്ങനെയോ നായകൻ മുൻകൂട്ടി അറിഞ്ഞുവെച്ചിരുന്നു. ആദ്യമത് ചോദിച്ചപ്പോൾ താടിക്കാരൻ കൊടുക്കാൻ തയ്യാറായില്ല. അവിടെ നായകൻ ഒരടവ് പയറ്റുന്നു. ഈ ഫോണിലെ വീഡിയോ കണ്ടോ? ഇതാരുടെ വീടാണെന്ന് മനസ്സിലായോ? നിന്റെ വീടാണ്. നിന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾ അവിടെയുണ്ട്. അവനോട് അകത്ത് കയറാൻ പറയട്ടെ, അതോ മര്യാദയ്ക്ക് ഡയമണ്ട് തരുന്നോ എന്നവൻ ഭീഷണിപ്പെടുത്തുകയാണ്. നായകൻ ഡയമണ്ട് ഭീഷണിപ്പെടുത്തി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാറിലിരുന്ന മറ്റവൻ ആ പഴയ തോക്ക് രഹസ്യമായി കയ്യിലെടുക്കുന്നു. ഡയമണ്ട് വാങ്ങി താൻ തട്ടിക്കൊണ്ടുപോയ ആ പഴയ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ മോചിപ്പിച്ച് കാറിൽ കയറാൻ തുടങ്ങുന്ന നായകന് നേരെ അവൻ തോക്ക് ചൂണ്ടുന്നു. ഒരു നിമിഷം നായകൻ സ്തംഭിച്ചുപോയി. അവൻ വെടിവെച്ചാൽ എല്ലാം തീർന്നു. പക്ഷെ ഷോപ്പുടമ പറഞ്ഞത് ശരിയായി. പഴയ തോക്കായതുകൊണ്ട് അത് വെടിയുതിർക്കുന്നതിനു പകരം ബാക്ക്ഫയറായി അവന് തന്നെ പരിക്കേൽക്കുന്നു. വെടിയൊച്ച കേട്ടതുകൊണ്ട് ഉടനെ പോലീസ് എത്തുമെന്ന് നായകൻ ഭയന്നു. അവൻ വേഗത്തിൽ കാർ ഓടിച്ചു പോകുന്ന വഴിയിൽ ഒരു ചെറിയ കാറിൽ തട്ടിയെങ്കിലും പോലീസ് എത്തുന്നതിനു മുൻപ് ഒരു അപ്പാർട്ട്മെന്റിലെ പാർക്കിങ്ങിൽ കാർ ഒളിപ്പിച്ചു. അവിടെ നേരത്തെ തന്നെ മറ്റൊരു കാർ അവൻ കരുതിയിരുന്നു. ആ കാറിൽ ഡയമണ്ടുമായി നായകൻ രക്ഷപ്പെട്ടു. അടുത്തതായി ഇൻഷുറൻസ് ഏജന്റിനെ കാണിക്കുന്നു. അവളൊരു പണക്കാരനുമായി ഇൻഷുറൻസ് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു. അയാൾ അവളെ ഒരുപാട് വെറുപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ തന്റെ ജോലി പൂർത്തിയാക്കുന്നു. അതിനുശേഷം ഡിറ്റക്റ്റീവും പാർട്ട്ണറും മോഷണം നടന്ന സ്ഥലത്തെത്തുന്നു. സൂട്ട് കേസിലുള്ളത് വ്യാജമാണെന്ന് നായകൻ എങ്ങനെ അറിഞ്ഞു? താടിക്കാരന്റെ പേരും വീടും ഭാര്യയുടെ വിവരങ്ങളും അവൻ എങ്ങനെ മനസ്സിലാക്കി? ഇതിനൊന്നും അവർക്കുത്തരമില്ലായിരുന്നു. പക്ഷെ തെളിവുകൾ കണ്ടപ്പോൾ ഡിറ്റക്റ്റീവിനൊരു കാര്യം ഉറപ്പായി. ഇവൻ തന്നെയാടാ ഹൈവേ 101ൽ മാത്രം മോഷണം നടത്തുന്ന അതേ കള്ളൻ തന്നെയാണിത്. കൃത്യമായ പ്ലാനിങ്ങോടെ ക്യാമറകളെല്ലാം മുൻകൂട്ടി കട്ട് ചെയ്താണ് അവനിത് ചെയ്തത്. കണ്ണിമി ചിമ്മുന്ന വേഗത്തിൽ മോഷണം നടത്തിയവൻ കടന്നുകളഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ആർക്കും ഒരു പരിക്കും ഏൽപ്പിക്കാൻ അവൻ മുതിർന്നില്ല എന്നുള്ളതാണ്. വയലൻസ് ഇല്ലാതെ മോഷണം നടത്തുക എന്നുള്ളതാണ് ആ കള്ളന്റെ നയം. അതുകൊണ്ട് അവൻ മുമ്പ് നടത്തിയ മോഷണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാം. പോലീസ് ഡിറ്റക്റ്റീവ് അതിനെക്കുറിച്ചൊരു വലിയ ബിൽഡപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നായകനിലേക്ക് വന്നാൽ അവനൊരു അപ്പാർട്ട്മെന്റിലായിരുന്നല്ലോ താമസം. ഒരു മോഷണത്തിന് ഒരു വീട് എന്നതാണ് നായകന്റെ ഒരു രീതി. രാവിലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ താൻ അവിടെ താമസിച്ചിരുന്നു എന്നതിന്റെ എല്ലാ തെളിവുകളും അവൻ നശിപ്പിക്കും. വീടാകെ വൃത്തിയാക്കിയ ശേഷം ഇപ്പോൾ കടൽ തീരത്തുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുകയാണ്. മോഷ്ടിച്ച ഡയമണ്ടുകളെല്ലാം നായകന്റെ കയ്യിലുണ്ട്. പക്ഷെ വീട്ടിലെത്തിയ ശേഷമാണ് നായകൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മറ്റവൻ വെടിവെച്ചപ്പോൾ നായകന് വലിയ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും തലയിൽ തട്ടി ചെറിയ രീതിയിൽ രക്തം വന്നിട്ടുണ്ട്. അയ്യോ, ഒരുപക്ഷെ ഈ രക്തത്തിന്റെ ഒരു തുള്ളി അപ്പാർട്ട്മെന്റിലെ പാർക്കിങ്ങിൽ ഉപേക്ഷിച്ച കാറിൽ വീണിട്ടുണ്ടെങ്കിൽ അത് നായകന് വലിയ അപകടമാണ്. ഇതുവരെ ആരാണെന്ന് പോലും അറിയാത്ത നായകനെ കണ്ടെത്താൻ ആ രക്തം ഒരു വലിയ തുമ്പായി മാറും. ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഇങ്ങനെയൊരു അബദ്ധം പറ്റിയല്ലോ എന്നോർത്ത് നായകനൊന്ന് ഞെട്ടി. മറുഭാഗത്ത് ഏജന്റ് ഓഫീസിലെത്തുന്നു. അവർ വർഷങ്ങളായി ആ കമ്പനിയിലുണ്ട്. സത്യത്തിൽ ഇപ്പോൾ അവർ ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആകേണ്ടതാണ്. പക്ഷെ അവരുടെ മേലുദ്യോഗസ്ഥൻ ഇന്ന് പ്രൊമോട്ട് ചെയ്യാം, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുകയാണ്. അവളെ അവർ ഗൗനിക്കുന്നുപോലുമില്ല. ഇത് കാരണം അവൾ വലിയ ഡിപ്രഷനിലാണ്. ആ സീൻ കഴിഞ്ഞ് വീണ്ടും നായകനിലേക്ക് വന്നാൽ മോഷ്ടിച്ച ഡയമണ്ടുകളെല്ലാം വിൽക്കാനായി അവനൊരു വൃദ്ധന്റെ അടുത്ത് ചെല്ലുന്നു. മോഷണത്തിന് ശേഷം സാധനങ്ങൾ വിറ്റ് അതിൽ നിന്നുള്ള വിഹിതം വൃദ്ധനെടുക്കും, ബാക്കി നായകന് നൽകും. ഇതാണ് അവർ തമ്മിലുള്ള രീതി. അടുത്ത മോഷണത്തിനുള്ള പ്ലാൻ നായകൻ ആ വൃദ്ധനുമായി പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ നന്നായി കഴിഞ്ഞു, അടുത്തത് എപ്പോഴാണ് എന്ന് വൃദ്ധൻ ചോദിക്കുന്നു. സാധനങ്ങൾ വാങ്ങാൻ അദ്ദേഹം ആളെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പണത്തിന് പിന്നാലെ ഇങ്ങനെ പായല്ല. ഇപ്പോൾ ആ ജോലി ചെയ്യുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരു പുതിയ പ്ലാനിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവനിപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ആ ഏജന്റിനെയാണ്. ഏജന്റിന്റെ ഓഫീസിലാകട്ടെ പഴയ പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ട് പുതിയൊരു പെൺകുട്ടി കൂടി ജോലിക്ക് വരുന്നു. ഏജന്റിനെ പണ്ട് എങ്ങനെയൊക്കെ പറ്റിച്ചോ അതുപോലെ തന്നെ ആ പെൺകുട്ടിയെയും കുറേ വാഗ്ദാനങ്ങൾ നൽകി അവർ പറ്റിക്കുന്നു. കൂടാതെ നായകൻ ഡയമണ്ട് മോഷ്ടിച്ച ആ ഷോപ്പ് ഉടമ ഈ ഇൻഷുറൻസ് കമ്പനിയിലാണ് പോളിസി എടുത്തിരിക്കുന്നത്. തന്റെ ഡയമണ്ട് നഷ്ടപ്പെട്ടു എന്നും അതിന്റെ ഇൻഷുറൻസ് തുക നൽകണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. ഇത്രയും നാൾ ചെറിയ സാധനങ്ങൾ അയച്ചപ്പോഴില്ലാത്ത മോഷണം 3 മില്യൺ വിലയുള്ള ഡയമണ്ട് അയച്ചപ്പോൾ മാത്രം എങ്ങനെ നടന്നു എന്ന് കമ്പനി സംശയിക്കുന്നു. ഉടമ തന്നെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തതാണോ എന്ന് കണ്ടെത്താൻ അവർ ഏജന്റിനെ ചുമതലപ്പെടുത്തുന്നു. സീൻ കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിയാൽ ഡയമണ്ട് ഷോപ്പ് ഉടമയെ ഡിറ്റക്റ്റീവും പാർട്ട്ണറും ചോദ്യം ചെയ്യുകയാണ്. എന്റെ സാധനം പോയത് പോരാഞ്ഞിട്ടാണോ എന്നെ കള്ളനെ പോലെ ചോദ്യം ചെയ്യുന്നത്? ഞാനാണോ ഇതൊക്കെ പ്ലാൻ ചെയ്തതെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തൊരു അനീതിയാണിത് എന്നയാൾ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. ശാന്തനാകൂ, ഞങ്ങൾ അങ്ങനെയൊന്നും ചോദിച്ചില്ലല്ലോ. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. നീ ആർക്കാണോ ഡയമണ്ട് അയക്കാനിരുന്നത് അവർക്ക് ഈ വിവരം എങ്ങനെയാണ് കൈമാറിയത്?
കോൾ ചെയ്തോ അതോ മറ്റേതെങ്കിലും വഴിയാണോ എന്ന് ഡിറ്റക്റ്റീവ് ചോദിക്കുന്നു. താൻ വാങ്ങുന്നയാൾക്ക് മെയിൽ അയക്കുകയാണ് ചെയ്തതെന്ന് ഉടമ മറുപടി പറയുന്നു. നായകൻ ഈ മെയിലുകൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നോക്കിയാൽ അതിനായി അദ്ദേഹം ഒരു ടെക്നിക്കൽ ആളെ തന്നെ കൂടെ കൂട്ടിയിട്ടുണ്ട്. നായകൻ ആരെയാണോ നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഫോട്ടോ നൽകിയാൽ മതി. അവൻ അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ജിമെയിൽ തുടങ്ങിയ സകലതും ഹാക്ക് ചെയ്ത് അവരാരൊക്കെയുമായി സംസാരിക്കുന്നു എന്ന വിവരങ്ങൾ നായകന് നൽകും. അതുവഴി സാധനം എപ്പോൾ, എവിടെ, ആരുടെ കയ്യിലേക്ക് മാറാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി നായകൻ മോഷണം കൃത്യമായി പ്ലാൻ ചെയ്യും. ഇപ്പോൾ നായകന്റെ ലക്ഷ്യം ഏജന്റാണല്ലോ. അതുകൊണ്ട് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നായകൻ തന്റെ ആളോട് ആവശ്യപ്പെടുന്നു. അതേസമയം ആ വൃദ്ധൻ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. നായകൻ നേരത്തെ ഒരു സ്ഥലത്ത് മോഷണം നടത്താൻ പ്ലാൻ ചെയ്തിട്ട് പിന്നീടത് വേണ്ടെന്ന് വെച്ചിരുന്നു. നായകൻ ചെയ്തില്ലെങ്കിലെന്താ, നമുക്ക് വേറെ ആളെ വെച്ച് ചെയ്യിക്കാമെന്ന് കരുതി അദ്ദേഹം ഒരു ബൈക്കറെ ഏർപ്പാടാക്കുന്നു. എപ്പോഴും ഹെൽമെറ്റ് വെച്ച് ബൈക്കിൽ കറങ്ങി നടക്കുന്ന ഒരുത്തൻ. വൃദ്ധൻ അവനോട് പ്ലാൻ വിവരിക്കുമ്പോൾ നായകൻ പേടിച്ചിട്ടാണ് പിന്മാറിയതെന്ന് പറഞ്ഞ് ആ ബൈക്കർ നായകനെ കളിയാക്കുന്നു. ഭാഗ്യത്തിന് അവന്റെ മുന്നിൽ വെച്ച് നീ ഇത് പറഞ്ഞില്ല. അവൻ ഇതിലും വലിയ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത കാലത്ത് നീ ഡയപ്പറിട്ട് നടക്കുകയായിരുന്നു. അവനെ നീ കളിയാക്കണ്ട. അവന് വേറെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറിയത്. മറ്റുള്ളവരെ കുറ്റം പറയാതെ പറഞ്ഞ ജോലി പോയി ചെയ്യ് എന്ന് പറഞ്ഞ് വൃദ്ധൻ ബൈക്കറെ അയക്കുന്നു. അതിനുശേഷം ഏജന്റ് ഡയമണ്ട് ഷോപ്പ് ഉടമയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഡിറ്റക്റ്റീവിനെ കാണാൻ ചെല്ലുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? അയാൾ കൃത്യമായി ഇൻഷുറൻസ് തുക അടയ്ക്കുന്നതല്ലേ? അയാൾക്കൊരു ആപത്ത് വന്നപ്പോൾ ആ പണം തിരികെ നൽകുകയല്ലേ നിങ്ങളുടെ ജോലി? പണം നൽകാൻ പാടില്ല എന്ന വാശി എന്തിനാണ്? നിങ്ങളുടെ കമ്പനി എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് ഡിറ്റക്റ്റീവ് അവളോട് ചോദിക്കുന്നു. അപ്പോൾ ഏജന്റ്, സർ, എല്ലാം അറിയുന്ന ഒരാളെപ്പോലെ സംസാരിക്കല്ലേ. ഞങ്ങളുടെ കമ്പനിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇത് ഉള്ളിലുള്ളവർ തന്നെ ചെയ്ത പണിയാണെന്ന് തോന്നുന്നു. ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് പിന്നിലും ഒരു പാറ്റേൺ ഉണ്ടാകും സർ. അത് വെച്ചാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത്. ഏജന്റ് പറഞ്ഞ ആ പാറ്റേൺ എന്ന പോയിന്റാണ് ഡിറ്റക്റ്റീവിന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത്. അത് വലിയൊരു സൂചനയാണ് നൽകിയത്. ഏതൊരു മനുഷ്യന്റെ പ്രവൃത്തിക്ക് പിന്നിലും ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ നായകൻ ഇതുവരെ ഹൈവേ 101-ൽ നടത്തിയ അത്രയും മോഷണങ്ങളിലും തീർച്ചയായും ഒരു പാറ്റേൺ ഉണ്ടാകുമല്ലോ. ഈ ഏരിയയിൽ ഇതുവരെ എത്ര മോഷണം നടന്നു എന്ന് നോക്കിയപ്പോൾ അത് 200-ഓ 300-ഓ ആയിരുന്നു. അതിൽ നിന്ന് ഓരോന്നായി ഫിൽട്ടർ ചെയ്തു. ഏതൊക്കെ മോഷണങ്ങളിലാണ് ആർക്കും പരിക്കേൽക്കാത്തത്, എവിടെയാണ് ഒരു തെളിവ് പോലും കിട്ടാത്തത്, എവിടെയാണ് ക്യാമറകൾ മുൻകൂട്ടി ഓഫ് ചെയ്തത് എന്നൊക്കെ പരിശോധിച്ചു. അവസാനം നായകന്റെ അതേ രീതിയിൽ നടന്ന മോഷണങ്ങൾ മാത്രം നോക്കിയപ്പോൾ അതൊരു 20-30 എണ്ണമുണ്ടായിരുന്നു. ഇതെല്ലാം ഹൈവേ 101-ൽ തന്നെയാണ് നടന്നത്. ആ ഹൈവേയിൽ ഒരു തവണ തെക്ക് ഭാഗത്ത് മോഷണം നടന്നാൽ അടുത്ത തവണ വടക്ക് ഭാഗത്താണ് നടക്കുന്നത്. ഇങ്ങനെ മാറി മാറി ഒരു കൃത്യമായ പാറ്റേണിലാണ് നായകൻ ജോലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്റെ കണക്കുകൂട്ടൽ പ്രകാരം കഴിഞ്ഞ തവണ സൗത്ത് ഭാഗത്താണ് മോഷണം നടന്നത്. ഇത്തവണ നോർത്ത് ഭാഗത്തായിരിക്കും. ഈ മോഷണങ്ങളെല്ലാം ചെയ്തത് ഒരാൾ തന്നെയാണ്. അവനെ നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് ഡിറ്റക്റ്റീവ് ഒരു നിഗമനത്തിലെത്തി. പെട്ടെന്ന് അവിടുത്തെ സുപ്പീരിയർ ഓഫീസർ എല്ലാവരെയും മുറുക്കി പുറത്താക്കിയിട്ട് ഡിറ്റക്റ്റീവിനോട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന ഈ മോഷണങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ ആളുകൾ സോൾവ് ചെയ്തതാണ്. കുറ്റവാളികളെ പിടിച്ച് അവർ ഇപ്പോൾ ജയിലിലുമാണ്. നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ആ മോഷണങ്ങളെല്ലാം ചെയ്തത് ഒരാളെന്നും നമ്മൾ പിടിച്ചത് തെറ്റായ ആളുകളെയാണെന്നുമാണോ? ഈ കാര്യം പുറത്തറിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന് എത്ര വലിയ നാണക്കേടാകുമെന്നറിയാമോ? എല്ലാവരും ഓടുമ്പോൾ കൂടെ ഓടാൻ നോക്ക്. ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കളയാൻ നിങ്ങളൊരാൾ മതിയല്ലോ. നിങ്ങളുടെ ഈ തിയറിയൊക്കെ വിട്ടിട്ട് അടുത്ത ജോലി നോക്ക്. ഇത് സത്യമാണെന്നറിഞ്ഞിട്ടും പോലീസിന്റെ മാനം പോകുമെന്ന് കരുതി സുപ്പീരിയർ അത് അംഗീകരിച്ചില്ല. അവിടെ നടക്കുന്നതൊന്നും ഡിറ്റക്റ്റീവിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഡിറ്റക്റ്റീവ് എന്താണോ ഊഹിച്ചത് അത് തന്നെ സംഭവിക്കുന്നു. സൗത്ത് സൈഡിന് ശേഷം നോർത്ത് സൈഡിലാണ് മോഷണം നടക്കുന്നത്. നായകൻ അതിനാണ് പ്ലാനിട്ടിരുന്നത് എന്ന് ഡിറ്റക്റ്റീവ് കണക്കുകൂട്ടിയത് 100% ശരിയായിരുന്നു. പക്ഷേ ആ മോഷണം ചെയ്യാൻ പോകുന്നത് നായകനല്ല, ആ ബൈക്കറാണ്. സാധനവുമായി ഒരാൾ കടയ്ക്കുള്ളിൽ കയറിയതും പുറകെ പോയ ബൈക്കർ അവിടെ അക്രമം തുടങ്ങുന്നു. അകത്ത് കയറി പുറത്തിറങ്ങുന്നതുവരെ അവൻ തലയിലെ ഹെൽമറ്റ് മാറ്റിയില്ല. പക്ഷേ അകത്തുണ്ടായിരുന്ന ജീവനക്കാരെയും സാധനങ്ങളുമായി വന്നവരെയും എല്ലാം തല്ലിച്ചതച്ചു. എന്ത് മോഷ്ടിക്കാനാണോ വന്നത് അതുമാത്രം എടുക്കാതെ കടയിലുള്ള മറ്റെല്ലാ സാധനങ്ങളും അവൻ വാരിയെടുക്കുന്നു. ഇതിനിടയിൽ നായകൻ ഒരു പെണ്ണിനുമായി അടുക്കുന്നു. കഴിഞ്ഞ രാത്രി ആ പെണ്ണിന്റെ കാർ അവിചാരിതമായി നായകന്റെ കാറിൽ തട്ടിയിരുന്നു. ആ വഴിക്ക് അവളുടെ നമ്പർ സംഘടിപ്പിച്ച നായകൻ അടുത്ത ദിവസം തന്നെ അവളെ ഡിന്നറിനായി ക്ഷണിക്കുന്നു. ഇവർ രണ്ടുപേരും സംസാരിച്ച് നല്ല പ്രണയത്തിലാകുന്നു. ആദ്യത്തെ കൂടിക്കാഴ്ചയായതുകൊണ്ട് സംസാരിച്ച് തീർത്ത് അവളെ യാത്രയാക്കുന്നു. പിന്നീട് നായകൻ വഴിയിലൂടെ നടന്നുപോകുമ്പോൾ ഒരു ടിവിയിൽ രാവിലെ ബൈക്കർ നടത്തിയ അക്രമത്തിന്റെ വാർത്ത കാണുന്നു.
ഇത് കണ്ട് നായകൻ വല്ലാതെ ദേഷ്യപ്പെടുന്നു. ഞാൻ ചെയ്യരുതു എന്ന് പറഞ്ഞ കാര്യമാണല്ലോ ഈ ദുഷ്ടന്മാർ ചെയ്തു വച്ചിരിക്കുന്നത് എന്നവൻ ദേഷ്യത്തോടെ ആലോചിക്കുന്നു. അടുത്ത ദിവസം മോഷണം നടന്ന സ്ഥലത്തേക്ക് പോലീസ് ഡിറ്റക്റ്റീവും പാർട്ട്ണറും എത്തുന്നു. ഡിറ്റക്റ്റീവ് പറഞ്ഞതുപോലെ നോർത്ത് സൈഡിലെ ആ കടയിൽ മോഷണം നടന്നു. CCTV ദൃശ്യങ്ങളിൽ ഹെൽമറ്റ് മാറ്റാത്ത ആളെ കണ്ട പാർട്ട്ണർ ചോദിക്കുന്നു, ഇവനാണോ ഇത്രയും നാൾ ഹൈവേ 101-ൽ മോഷണം നടത്തിക്കൊണ്ടിരുന്നത്? അതിന് ഡിറ്റക്റ്റീവ് മറുപടി നൽകുന്നു, ഒരിക്കലുമല്ല. ആ കള്ളന്റെ പ്രധാന നിയമം ആരെയും ഉപദ്രവിക്കരുത് എന്നതാണ്. എന്നാൽ ഇവനാകട്ടെ കടയിലുള്ളവരെയെല്ലാം തല്ലിച്ചതച്ചു. ഇവനെങ്ങനെ അവനാകും എന്ന് ഡിറ്റക്റ്റീവ് ഉറപ്പിച്ചു പറയുന്നു. മറുഭാഗത്ത് നായകൻ ആ വൃദ്ധനടുത്തേക്ക് ചെല്ലുന്നു. തനിക്ക് എന്താണ് പ്രശ്നം? ഞാനൊരു കാര്യം പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ടാകുമെന്ന് തനിക്ക് മനസ്സിലാകില്ലേ? ഞാൻ വേണ്ടെന്ന് വെച്ചപ്പോൾ വേറെ ആളെ വെച്ച് ഈ പണി ചെയ്യിപ്പിച്ചു. ഞാൻ കുടുങ്ങുന്ന രീതിയിലായി കാര്യങ്ങൾ. ആ പഴയ രീതിയൊന്ന് മാറ്റാനാണ് ഞാൻ നോർത്ത് സൈഡിലെ പ്ലാൻ വേണ്ടെന്ന് വെച്ചത്. പക്ഷെ താൻ കൃത്യമായി അതുതന്നെ ചെയ്യിപ്പിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല, കൊന്നുകളയുമെന്ന് നായകൻ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ ആ വൃദ്ധൻ തിരുത്താൻ ഭാവമില്ല. ഇവനെന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ട് പോയി. ഇവന്റെ സംസാരം കേട്ടിട്ട് അടുത്തതായി എന്തോ വലിയ പ്ലാൻ ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അവൻ നമ്മളോടത് പറയില്ല എന്ന് അദ്ദേഹം കരുതുന്നു. അതുകൊണ്ട് ബൈക്കറെ വിട്ട് നായകനെ പിന്തുടരാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. നായകൻ മോഷണം നടത്തിക്കഴിയുമ്പോൾ അത് തട്ടിയെടുക്കുകയാണ് ലക്ഷ്യം. നായകന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ടെക്നീഷ്യൻ പയ്യനെക്കുറിച്ച് വൃദ്ധനറിയാം. ആ പയ്യന്റെ വിവരങ്ങൾ ബൈക്കർക്ക് നൽകിയിട്ട് അവനെ പിന്തുടരാൻ പറയുന്നു. നായകൻ തീർച്ചയായും ആ പയ്യനെ തേടിവരുമെന്നും അപ്പോൾ നായകനെ പിന്തുടരാൻ വൃദ്ധൻ പ്ലാൻ ചെയ്യുന്നു. അടുത്ത സീനിൽ തന്നെ നായകൻ ആ ടെക്നിക്കൽ പയ്യനെ കാണുന്നു. അവൻ ഏജന്റിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഒരു ലിങ്കാക്കി മാറ്റി വെബ്സൈറ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് നോക്കിക്കൊള്ളാനും നായകനോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ പുറത്തുണ്ടായിരുന്ന ബൈക്കർ നായകൻ എവിടെയൊക്കെ പോകുന്നുവെന്നറിയാൻ നായകന്റെ കാറിനടിയിൽ രഹസ്യമായി ഒരു GPS ട്രാക്കർ വെച്ചു. ഇതൊന്നും അറിയാതെ നായകൻ വണ്ടിയുമായി വീട്ടിലേക്ക് പോയി. ഏജന്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അവളൊരു ഹോട്ടലിൽ വെച്ചൊരാളെ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. നായകൻ ആ ഹോട്ടലിൽ ചെന്ന് ഏജന്റുമായി വളരെ സമർത്ഥമായി സംസാരിച്ച് പരിചയപ്പെട്ടു. ഈ സമയത്ത് പോലീസ് ഡിറ്റക്റ്റീവ് തന്റെ അന്വേഷണം തുടരുകയാണ്. നായകൻ ആദ്യത്തെ മോഷണത്തിനു ശേഷം രക്ഷപ്പെട്ട കാറിന്റെ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിച്ചു. കാർ ഒരു റോഡിന്റെ മൂലയിൽ വെച്ച് തിരിയുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്ത ക്യാമറയിൽ ആ കാർ കാണുന്നില്ല. അതായത് ഈ രണ്ട് ക്യാമറകൾക്കിടയിലുള്ള 30-40 കെട്ടിടങ്ങളിൽ എവിടെയോ ആണ് നായകൻ കാർ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം. ഇത്രയും കെട്ടിടങ്ങളിൽ തിരയുന്നതിനെക്കുറിച്ച് പാർട്ട്ണർ മടി പറയുമ്പോൾ വാങ്ങുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ജോലിയെടുക്കടാ എന്ന് പറഞ്ഞ് പോലീസ് ഡിറ്റക്റ്റീവ് അവനെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകുന്നു. മറുഭാഗത്ത് നായകൻ തന്റെ കാമുകിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നായകന്റെ വീട്ടിൽ സുഹൃത്തുക്കളുടെയോ കുടുംബത്തിന്റെയോ ഒരു ഫോട്ടോ പോലും കണ്ടില്ല. അച്ഛനമ്മമാരുടെ ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ നായകൻ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി. അന്ന് രാത്രി അവൾ തിരിച്ചുപോയി. അല്പം കാറ്റുകൊള്ളാൻ നായകൻ ബാൽക്കണിയിൽ വന്നപ്പോൾ തന്നെ പിന്തുടരുന്ന ബൈക്കറെ അവിടെ കണ്ടു. നായകനെ കണ്ടതും അവൻ അവിടെ നിന്ന് പോയി. എന്റെ പ്ലാൻ എനിക്ക് തന്നെ വെച്ചു തരുന്നു. GPS ഇല്ലാതെ എന്നെ കണ്ടെത്താൻ വഴിയില്ല എന്ന് ചിന്തിച്ച നായകൻ ഉടനെ കാറിനടിയിൽ നോക്കി ട്രാക്കർ കണ്ടെത്തി ദൂരെ എറിഞ്ഞു. ഇനി ആ വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കരുതി അവൻ ഉടനെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. പക്ഷേ ബൈക്കർ വിടാൻ തയ്യാറായിരുന്നില്ല. അവൻ ആ ടെക്നിക്കൽ പയ്യന്റെ വീട്ടിൽ ചെന്ന് അവനെ ഭീഷണിപ്പെടുത്തി നായകന്റെ പുതിയ സ്ഥലം മനസ്സിലാക്കി. ഇതിനിടയിൽ ഡിറ്റക്റ്റീവും പാർട്ട്ണറും കൂടി ആ ഭാഗത്തെ എല്ലാ കെട്ടിടങ്ങളും അരിച്ചുപെറുക്കി നായകൻ ഒളിപ്പിച്ച കാർ കണ്ടെത്തി. ഫോറൻസിക് സംഘം വന്ന് പരിശോധിച്ചെങ്കിലും നായകൻ അതീവ ബുദ്ധിമാനായതുകൊണ്ട് കാറിൽ നിന്ന് ഒരു തെളിവും ലഭിച്ചില്ല. കാർ കാണാൻ തികച്ചും പുതിയതുപോലെ അത്രയും വൃത്തിയുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ നായകന്റെ തലയിലൊരു മുറിവുണ്ടായിരുന്നല്ലോ. അതിൽ നിന്നുള്ള രക്തത്തിന്റെ ഒരു ചെറിയ തുള്ളി കാറിൽ ലഭിച്ചു. ആ ഒരൊറ്റ തുള്ളി മതി അവന്റെ DNA കണ്ടെത്താൻ. ഫോറൻസിക് ഉദ്യോഗസ്ഥൻ അതിനായുള്ള ജോലികൾ തുടങ്ങി. മറുഭാഗത്ത് നായകൻ വീണ്ടും ഏജന്റുള്ള സ്ഥലത്ത് ചെന്ന് അവളെ മീറ്റ് ചെയ്യുന്നു. നേരത്തെ പരിചയമുള്ളതുകൊണ്ട് അവളെ പുറത്തു കൊണ്ടുപോകാൻ നായകന് എളുപ്പമായി. ഒരു ഹോട്ടലിലിരുന്ന് കുറച്ചുനേരം സംസാരിച്ച ശേഷം നായകന് സത്യങ്ങൾ കൂടുതൽ കാലം മറച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. അവനെല്ലാം തുറന്നു പറഞ്ഞു. നമ്മൾ 2 തവണ കണ്ടുമുട്ടിയത് യാദർച്ഛികമല്ല. നിന്നെ കാണാനും സംസാരിക്കാനും ചില വിവരങ്ങൾ അറിയാനുമായി ഞാൻ നിന്നെ പിന്തുടർന്നതാണ്. ഞാൻ പറയുന്നത് ഒരു 30 സെക്കൻഡ് കേൾക്കൂ, എന്നിട്ട് നീ തീരുമാനിക്ക്. നിന്നെപ്പോലെയുള്ളവരിൽ നിന്ന് പണക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എപ്പോൾ എവിടെ കൈമാറുന്നു എന്ന് മനസ്സിലാക്കി അത് തട്ടിയെടുക്കുന്നതാണ് എന്റെ ജോലി. ഞാൻ ചെയ്യുന്ന രീതി ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഇതിൽ ആരും പിടിക്കപ്പെടില്ല, ആർക്കും പരിക്കേൽക്കുകയുമില്ല. നഷ്ടം സംഭവിക്കുന്നത് നിന്റെ ഇൻഷുറൻസ് കമ്പനിക്കാണ്. അവരത്ര നല്ലവരൊന്നുമല്ലല്ലോ. അർഹതപ്പെട്ടവർക്ക് പണം നൽകാതിരിക്കാനാണ് അവരെപ്പോഴും ശ്രമിക്കുന്നത്. അത്തരക്കാരിൽ നിന്ന് പണം തട്ടുന്നതിൽ തെറ്റില്ല. നിനക്കറിയാവുന്ന പണക്കാരുടെ വിവരങ്ങൾ എനിക്ക് നൽകിയാൽ മതി. നീ ആ കമ്പനിയിൽ എത്ര കാലം ജോലി ചെയ്താലും അവർ നിനക്ക് സ്ഥാനക്കയറ്റമൊന്നും തരാൻ പോകുന്നില്ല. നീ എന്നും ഡിപ്രഷനിലായിരിക്കും. എന്റെ കൂടെ നിൽക്ക്, നിന്റെ ജീവിതം ഞാൻ മാറ്റിമറിക്കാൻ നയി.
നായകൻ ഒരു കള്ളനാണെന്നറിഞ്ഞപ്പോൾ ഏജന്റ് ഞെട്ടിപ്പോയി. എന്റെ കമ്പനി എനിക്ക് ഗുണമൊന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാനൊരു നല്ലവളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നായകൻ പറഞ്ഞു, ഒരിക്കൽ കൂടി ആലോചിക്കൂ, നിനക്ക് മനസ്സ് മാറുകയാണെങ്കിൽ കടൽ തീരത്ത് പോയി ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടാൽ മതി, ഞാൻ നിന്നെ എവിടെ വന്ന് കാണണമെന്ന് എനിക്കറിയാം. അവൾ കാറെടുത്തു പോയപ്പോൾ പഴയ വീടിന് മുന്നിൽ കണ്ട അതേ ബൈക്കറെ അവിടെയും കണ്ടു. നായകൻ അവനെ കാറിൽ പിന്തുടർന്നു. 10 മിനിറ്റോളം നീണ്ട വൻ ചേസിങ്ങിന് ശേഷം ബൈക്കർക്കൊരു അപകടം പറ്റിയെങ്കിലും അവൻ രക്ഷപ്പെട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് ഓടിക്കയറി. നായകൻ അവിടെ ചെന്ന് അവനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി. ഇനി നീ എന്റെ പിന്നാലെ വന്നാൽ നിന്റെയും നിന്നെ ഏർപ്പാടാക്കിയ ആ കിളവന്റെയും അന്ത്യമായിരിക്കും, മര്യാദയ്ക്ക് ഓടിപ്പോയ്ക്കോ എന്ന് പറഞ്ഞവനെ വിരട്ടി. ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് തന്റെ അന്വേഷണം തുടരുകയാണ്. ഏജന്റ് ദിവസവും യോഗ ക്ലാസ്സിന് പോകാറുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഡിറ്റക്റ്റീവ് ആ ഏജന്റ് ദിവസവും പോകുന്ന യോഗ ക്ലാസ്സിൽ ചേർന്ന് അവളുമായി സൗഹൃദത്തിലാകുന്നു. പിന്നീട് ഒരു ദിവസം ഹൈവേ 101-ലെ ഒരു കടയിൽ മോഷണം നടക്കുന്നു. അത് നായകൻ തന്നെയായിരിക്കുമെന്ന് കരുതി മുൻപേ അവിടെ എത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉള്ളിൽ നിന്ന് മുഖം മൂടി ധരിച്ച് പുറത്തേക്ക് ഓടിവരുന്ന ഒരാളെ വെടിവെക്കുന്നു. അയാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. ആയുധമില്ലെങ്കിൽ വെടിവെക്കരുത് എന്ന നിയമം നിലനിൽക്കെ ആ ഉദ്യോഗസ്ഥൻ അയാളെ കൊന്നുകളയുന്നു. തന്റെ തെറ്റുമറയ്ക്കാൻ അയാൾ മരിച്ചവന്റെ കയ്യിൽ ഒരു തോക്ക് കൊണ്ടുവയ്ക്കുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ മാനം പോകരുത് എന്ന് കരുതി മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഇതിനെ പിന്തുണയ്ക്കുന്നു. ഇത് ഡിറ്റക്റ്റീവിനെ വല്ലാതെ ദേഷ്യപ്പെടുത്തുന്നു. അതേസമയം ഏജന്റിനും തന്റെ പ്രമോഷനെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും ഏകദേശം ഒരു ധാരണയായിരുന്നു. നായകൻ പറഞ്ഞതുപോലെ ഈ കമ്പനി തനിക്കൊരു ഗുണവും ചെയ്യില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവൾ നായകൻ പറഞ്ഞതുപോലെ കടൽ തീരത്ത് പോയി ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലിടുന്നു. മറുഭാഗത്ത് നായകന്റെ കാറിൽ നിന്ന് ലഭിച്ച ആ രക്തത്തുള്ളിയുടെ DNA ഫലം വരുന്നു. ഡിറ്റക്റ്റീവ് ആ ഫയൽ ആർക്കും അറിയാതെ കൈക്കലാക്കി പരിശോധിക്കുന്നു. അതിൽ നായകന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോയും പഴയ വിലാസവും ഉണ്ടായിരുന്നു. നായകൻ പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിലെ ദാരിദ്ര്യം കാരണം ഒരു തെറ്റു ചെയ്തു. അതിന് ജുവനൈൽ ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ നായകന്റെ വിലാസം ഡിറ്റക്റ്റീവിന് ലഭിച്ചു. ഇതൊന്നും അറിയാതെ നായകൻ ഏജന്റിനെ കാണുന്നു. ഏജന്റ് ഒരു പ്രധാന വിവരം നായകനോട് പങ്കുവയ്ക്കുന്നു. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ പണക്കാരന് വിദേശത്ത് നിന്ന് $5.5 മില്യൺ വിലയുള്ള ഒരു ഡയമണ്ട് വാച്ച് വരുന്നുണ്ട്. ഗവൺമെന്റിനെ പറ്റിച്ച് ടാക്സ് അടക്കാതിരിക്കാൻ അയാൾ ആ വാച്ചിന് പകരമായി $5.5 മില്യൺ ക്യാഷ് ആയിട്ടാണ് നൽകുന്നത്. അതായത് വാച്ചിന്റെയും പണത്തിന്റെയും മൂല്യം ചേർത്താൽ ഏകദേശം $11 മില്യൺ. ഇത് മോഷ്ടിക്കാൻ സഹായിച്ചാൽ തനിക്ക് $3 മില്യൺ വേണമെന്ന് ഏജന്റ് ആവശ്യപ്പെടുന്നു. പക്ഷേ പണത്തിന് വലിയ സുരക്ഷയുണ്ടാകുമെന്നും ഇത് വലിയ റിസ്ക്കാണെന്നും പറഞ്ഞ് നായകൻ ആദ്യം അത് നിരസിക്കുന്നു. ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് നായകന്റെ പഴയ വീട്ടിലെത്തുന്നു. അവിടെ അമ്മയെ കാണുന്നു. അവർ വർഷങ്ങളായി നായകനുമായി ഒരു ബന്ധവുമില്ലാതിരിക്കുകയായിരുന്നു. ഡിറ്റക്റ്റീവ് നായകന്റെ പഴയ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കണ്ട് സംശയം തോന്നി നായകൻ തിരിച്ചു വിളിക്കുമ്പോൾ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. ഇനി ഒളിച്ചു നടന്നിട്ട് കാര്യമില്ലെന്നും ഈ അവസാന മോഷണവും കൂടി നടത്തി സെറ്റിലാകാമെന്നും നായകൻ തീരുമാനിക്കുന്നു. നായകൻ ഏജന്റിനെ കണ്ട് വിവരങ്ങൾ ചോദിക്കുന്നു. വാച്ച് ഏത് ഫ്ലൈറ്റിലാണ് വരുന്നത്, എത്ര മണിക്കാണ് വരുന്നത്, സുരക്ഷയ്ക്കായി വരുന്നവർ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഏജന്റ് നായകന് നൽകുന്നു. എന്നാൽ ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ബൈക്കർ ഏജന്റിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അവളെ മർദ്ദിച്ച് ഈ വിവരങ്ങളെല്ലാം ചോർത്തുന്നു. ഇതിനുശേഷം ആരുടെ വശത്ത് നിൽക്കണമെന്ന് ഏജന്റിന് മനസ്സിലായില്ല. ഒരാളെ സഹായിക്കാൻ പോയിട്ടിപ്പോൾ തന്റെ ജീവിതം തന്നെ തകരുന്ന അവസ്ഥയിലായി മാറി. ഇതിലും നല്ലത് യോഗ ക്ലാസ്സിൽ വെച്ച് പരിചയപ്പെട്ട പോലീസ് ഡിറ്റക്റ്റീവിനോട് എല്ലാം തുറന്നു പറയുന്നതാണെന്ന് അവൾക്ക് തോന്നി. അടുത്ത ദിവസം തന്നെ അവൾ പോലീസ് ഡിറ്റക്റ്റീവിനെ കണ്ട് ഹീറോ വന്ന കാര്യവും കൂടാതെ ഭീഷണിപ്പെടുത്തിയ ബൈക്കറെക്കുറിച്ചും എല്ലാം തുറന്നു പറഞ്ഞു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നവൾ സങ്കടത്തോടെ ചോദിച്ചു. ഔദ്യോഗികമായി നീങ്ങിയാൽ അവൾ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്ന പേരിൽ കേസും കോടതിയുമായി നടക്കേണ്ടി വരുമെന്ന് പോലീസ് ഡിറ്റക്റ്റീവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവളെ തന്റെ വീട്ടിൽ താമസിപ്പിച്ച് സുരക്ഷ നൽകിയ ശേഷം ഡിറ്റക്റ്റീവ് ആർക്കും അറിയാതെ പോലീസ് സ്റ്റേഷനിലെ എവിഡൻസ് ലോക്കറിൽ പോയി ആ ഫസ്റ്റ് നടന്നൊരു കേസുണ്ടല്ലോ, ആ ഡയമണ്ട് ഷോപ്പ് ഉടമയുടെ കേസ്, ഫയലിൽ നിന്ന് ഒരു കവറെടുത്തു. മറുഭാഗത്ത് ഹീറോ തന്റെ കാമുകിയോട് തനിക്കൊരു പ്രധാന ആവശ്യത്തിനായി ദൂരേക്ക് പോകണമെന്നും താൻ വരുന്നതുവരെ കാത്തിരിക്കണമെന്നും പറഞ്ഞു. എന്നാൽ അവളത് സമ്മതിച്ചില്ല. നീ ആരാണെന്നോ എന്ത് ജോലി ചെയ്യുന്നു എന്നോ എനിക്കറിയില്ല, നിന്റെ കുടുംബത്തെക്കുറിച്ച് പോലും നീ ഇതുവരെ പറഞ്ഞിട്ടില്ല, എല്ലാം രഹസ്യമായി വയ്ക്കുന്ന നിനക്കായി ഞാനെന്തിനു കാത്തിരിക്കണം എന്ന് ചോദിച്ച് അവൾ പിണങ്ങിപ്പോയി. ഇനി ലക്ഷ്യത്തിലേക്ക്. സാധനവുമായി വിമാനമിറങ്ങാൻ ഇനി 1 മണിക്കൂർ 58 മിനിറ്റ് മാത്രം. തന്റെ ആദ്യത്തെ മോഷണം പോലെ തന്നെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഹീറോ തയ്യാറായി. ബൈക്കറും തോക്കുമായി തയ്യാറെടുത്തു. മൂന്നാമതായി ഡിറ്റക്റ്റീവും ഒരുങ്ങി. ഹീറോ പഴയതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡിനെ തടഞ്ഞു. ഏജന്റ് വഴി അവന്റെ വിവരങ്ങളെല്ലാം നായകൻ നേരത്തെ സംഘടിപ്പിച്ചിരുന്നു. ഗാർഡിന്റെ വീട്ടിലെ വീഡിയോ കാണിച്ച് അവന്റെ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ ഡിക്കിക്കുള്ളിലാക്കി നായകൻ അവന്റെ സ്ഥാനം ഏറ്റെടുത്തു. അങ്ങനെ സ്യൂട്ട് കേസുമായി വന്നയാൾ ഹീറോയുടെ കാറിൽ കയറി. ഇവിടെയാണ് കഥയിൽ വലിയൊരു ട്വിസ്റ്റ്. കാറിൽ കയറിയത് ആരാണെന്ന് നോക്കിയാൽ അത് പോലീസ് ഡിറ്റക്റ്റീവാണ്.
വിമാനത്തിൽ വന്ന യഥാർത്ഥ ആളുടെ അടുത്ത് നിന്ന് പെട്ടി വാങ്ങി അദ്ദേഹം തന്നെ നേരിട്ട് വന്നതായിരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് കൂടെയിരിക്കുന്നത് പോലീസാണെന്നും ഡിറ്റക്റ്റീവിന് ഡ്രൈവർ ഹീറോ ആണെന്നും അറിയില്ല. കള്ളനും പോലീസും ഒരേ കാറിൽ. അവർ ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിൽ വളരെ കാഷ്വലായി സംസാരിച്ചു. കാറുകളെക്കുറിച്ചുള്ള സംസാരത്തിനിടയിൽ ഡിറ്റക്റ്റീവിന് കൂടുതലും പഴയ മോഡൽ കാറുകളാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ഒരു പഴയ മോഡൽ കാറിനെക്കുറിച്ച് വളരെ ഇഷ്ടത്തോടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഹോട്ടലിലെത്തി. പണക്കാരനും ഭാര്യയും താമസിക്കുന്ന റൂമിന്റെ വാതിൽ വരെ നായകൻ ഡിറ്റക്റ്റീവിനെ കൊണ്ടുപോയി. വാതിൽ തുറന്ന് അകത്ത് കയറിയ നിമിഷം തന്നെ നായകൻ തോക്കെടുത്തു. എല്ലാവരും കൈപൊക്ക്, ഞാൻ പറയുന്നത് ചെയ്താൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. എടോ പണക്കാരാ, ക്യാഷ് എവിടെയാണ് എന്ന് നായകൻ ചോദിച്ചു. ജീവഭയം കൊണ്ട് അവന്റെ ഭാര്യ പണം സേഫിനുള്ളിലാണെന്ന് പറഞ്ഞുകൊടുത്തു. സേഫ് തുറന്ന് പണമെല്ലാം പുറത്തെടുത്ത് ഒരു ബാഗിലാക്കാൻ നായകൻ അവളോട് പറഞ്ഞു. അടുത്തതായി സ്യൂട്ട് കേസിലെ ഡയമണ്ട് വാച്ച് വേണം. പെട്ടി തുറക്കടാ, സമയം പോകുന്നു എന്ന് നായകൻ ഡിറ്റക്റ്റീവിനോട് പറഞ്ഞു. ഡിറ്റക്റ്റീവ് പതുക്കെ സ്യൂട്ട് കേസ് തുറന്നപ്പോൾ അതിൽ വാച്ച് മാത്രമല്ല ഒരു തോക്കുമുണ്ടായിരുന്നു. നായകൻ പണക്കാരന്റെ വശത്തേക്ക് ശ്രദ്ധ മാറ്റിയ തക്കം നോക്കി ഡിറ്റക്റ്റീവ് പെട്ടിയിലുണ്ടായിരുന്ന തോക്കെടുത്ത് നായകനെ നേരെ ചൂണ്ടി. ഒരു ഭാഗത്ത് നായകൻ, മറുഭാഗത്ത് ഡിറ്റക്റ്റീവ്. ഇവർ തമ്മിലൊരു പോരാട്ടം നടക്കുമ്പോഴാണ് ആ ബൈക്കർ അവിടേക്ക് അതിക്രമിച്ചു കയറുന്നത്. തോക്കുമായി വന്നവൻ നായകനെ പിടികൂടി. നായകൻ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നതെങ്കിലും ബൈക്കർ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുകയും എല്ലാവർക്കും നേരെ തോക്ക് ചൂണ്ടി അലറുകയും ചെയ്തു. ഭയന്നുപോയ പണക്കാരൻ, സർ, നിങ്ങൾ പോലീസല്ലേ, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പോലീസ് ഡിറ്റക്റ്റീവിനോട് പറഞ്ഞു. പണക്കാരന്റെ ബഹളം സഹിക്കാൻ വയ്യാതെ ബൈക്കർ അവന്റെ തോളിലേക്ക് വെടിവെച്ചു. വെടികൊണ്ട് വീണ പണക്കാരൻ വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. നിനക്ക് വേണ്ടത് ഈ പെട്ടിയല്ലേ, അതെടുത്തിട്ട് പോടാ, ആരെയും ഒന്നും ചെയ്യണ്ട എന്ന് ഡിറ്റക്റ്റീവ് പറഞ്ഞെങ്കിലും ബൈക്കർ കേട്ടില്ല. നീ പോലീസാണ്, എന്റെ മുഖം കണ്ട സ്ഥിതിക്ക് എന്നീട് പിടികൂടും, അതുകൊണ്ട് നിന്നെ വെറുതെ വിടാൻ കഴിയില്ല എന്നവൻ പറഞ്ഞു. ഉടനെ ബൈക്കർ വെടിയുതിർത്തു. ഉടനെ തന്നെ ഡിറ്റക്റ്റീവിന്റെ ഡ്രസ്സിലാകെ രക്തം പടരാൻ തുടങ്ങി. അയ്യോ, ഡിറ്റക്റ്റീവിനെ ഒറ്റ വെടിക്ക് തീർത്തോ എന്ന് കരുതുമ്പോഴാണ് കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. വെടിവെച്ചത് സത്യമാണ്, പക്ഷേ ബൈക്കർ അല്ല ഡിറ്റക്റ്റീവിനെ വെടിവെച്ചത്. ബൈക്കർ ഡിറ്റക്റ്റീവിനെ വെടിവെക്കാൻ ആലോചിച്ചു നിൽക്കുന്ന ആ ചെറിയ സമയം നായകൻ ഉടനെ തന്റെ കാലിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് ബൈക്കറിൽ അടിവെച്ചു. ബൈക്കർ അവിടെ വെച്ച് തന്നെ മരിച്ചു വീണു. ആ ബ്ലഡാണ് ഡിറ്റക്റ്റീവിന്റെ ദേഹത്ത് തെറിച്ചത്. ഇതുവരെ ഒട്ടനവധി മോഷണങ്ങൾ നടത്തിയിട്ടും ഒരാളെയും പോലും ഉപദ്രവിക്കാത്ത നായകന് ഈ സാഹചര്യത്തിൽ അനാവശ്യമായി ഒരാളെ കൊല്ലേണ്ടി വന്നു. ഞാനവനെ മനഃപൂർവ്വം കൊന്നതല്ല, അവൻ നിങ്ങളെ കൊല്ലുമെന്ന് പേടിച്ചാണ് ഞാൻ വെടിവെച്ചത് എന്ന് നായകൻ വിറയലോടെ പറഞ്ഞു. പതുക്കെ നായകന്റെ അടുത്തേക്ക് വന്ന ഡിറ്റക്റ്റീവ് പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ പറയുന്നത് ഇപ്പോൾ അതുപോലെ കേൾക്ക്. ഈ ആഭരണങ്ങളും പണവും ഇവിടെ തന്നെ ഇരിക്കട്ടെ, നിനക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. നീ പതുക്കെ പുറത്തേക്ക് പൊയ്ക്കോളൂ. ഇവിടെ ഒരു മോഷണശ്രമം നടന്നു, അത് തടയാൻ ഞാൻ വന്നു. അപ്പോൾ കള്ളൻ എന്നെ വെടിവെക്കാൻ നോക്കി, പകരം ഞാൻ അവനെ വെടിവെച്ചു. ആ കള്ളനാണ് ഈ മരിച്ച ബൈക്കർ. ഇവനാണ് ആ കള്ളനെന്ന് പറഞ്ഞ് ഞാൻ ഈ കേസ് അവസാനിപ്പിക്കാം, പക്ഷേ ഇനി നീ ഒരിക്കലും ഒരു മോഷണത്തിന് ഇറങ്ങരുത്. അങ്ങനെ ഇതിന്റെ വലിയ മനസ്സോടെ ഡിറ്റക്റ്റീവ് നായകനെ അവിടെ നിന്ന് വിട്ടയച്ചു. ഡിറ്റക്റ്റീവ് മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, അവിടെയുള്ള പണക്കാരനും ഭാര്യയും ഇതേ കള്ളം തന്നെ പറയണമല്ലോ. ഡിറ്റക്റ്റീവ് പണക്കാരനോട് പറഞ്ഞു, നിനക്കും ഞാനൊരു ഓഫർ നൽകാം. ഈ പണവും ആഭരണവും നീ തന്നെ വെച്ചോ. പോലീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം നീ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ച് പണം നൽകി നീ ഈ ആഭരണം വാങ്ങാൻ നോക്കിയ കാര്യം ഞാൻ പുറത്തുവിടും. അതോടെ നിന്റെ ബിസിനസ് തന്നെ തകരും. ഇത് കേട്ടതോടെ പണക്കാരനും ഭാര്യയും സമ്മതിച്ചു. പണവും ആഭരണവും അവർ സേഫ് ലോക്കറിലേക്ക് മാറ്റി. നായകൻ അവിടെ നിന്ന് സുരക്ഷിതനായി നടന്നുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഡിറ്റക്റ്റീവ് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം തന്റെ കയ്യിലുള്ള ഒരു കവർ തുറന്നു നോക്കി. ഇവിടെയാണ് വേറൊരു ട്വിസ്റ്റ്. അതിൽ നിറയെ ഡയമണ്ടുകളായിരുന്നു. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഡിറ്റക്റ്റീവ് നേരത്തെ പോലീസ് സ്റ്റേഷനിലെ എവിഡൻസ് ബോക്സിൽ നിന്ന് ഒരു കവർ എടുത്തിരുന്നല്ലോ. അത് ആദ്യത്തെ മോഷണ സ്ഥലത്ത് നിന്ന് പോലീസ് പിടിച്ചെടുത്ത ഫേക്ക് ഡയമണ്ടുകളായിരുന്നു. ഹോട്ടലിലെ ബഹളത്തിനിടയിൽ ഡിറ്റക്റ്റീവ് ആ വ്യാജ ഡയമണ്ടുകൾ പണക്കാരന്റെ പെട്ടിയിലേക്ക് മാറ്റുകയും ഒറിജിനൽ ഡയമണ്ടുകൾ അദ്ദേഹം കൈക്കലാക്കുകയും ചെയ്തു. പണക്കാരന്റെ ലോക്കറിലുള്ളത് ഇപ്പോൾ വെറും വ്യാജ ഡയമണ്ടുകളാണ്. പക്ഷെ ഡിറ്റക്റ്റീവ് ഈ ഡയമണ്ടുകൾ സ്വന്തമാക്കാൻ വേണ്ടിയല്ല എടുത്തത്. ആ പാവം ഏജന്റിന് 53 വയസ്സായി. ജീവിതകാലം മുഴുവൻ അവൾ കഷ്ടപ്പെടുകയായിരുന്നു. അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഡിറ്റക്റ്റീവ് ആ ഡയമണ്ടുകൾ അവൾക്ക് നൽകുന്നു. പകരം ഏജന്റ് എന്താണ് നൽകിയതെന്നറിയില്ല. ഇത് നിങ്ങളെ കാണിക്കാൻ പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു, ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അവൾ പോലീസ് ഡിറ്റക്റ്റീവിക്ക് ഒരു ഫോട്ടോ കാണിക്കുന്നു. ഇത് നായകൻ അയച്ചതാണെന്ന് തോന്നുന്നു. അതേതോ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോയാണ്. അതിന് താഴെ ഒരു നമ്പറും എഴുതിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഡിറ്റക്റ്റീവിന് ആദ്യമൊന്നും മനസ്സിലായില്ല. ഞാനിത് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നു. മറുഭാഗത്ത് നായകന്റെ കാമുകി ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് അവൾക്കൊരു പാഴ്സൽ വരുന്നു. പാഴ്സലിൽ അവളുടെ പേരുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ, ഇത്രയും കാലം നിന്റെ കുടുംബത്തിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീ എനിക്ക് കാട്ടിത്തന്നിട്ടില്ലല്ലോ എന്നവൾ എപ്പോഴും പരാതി പറയുമായിരുന്നല്ലോ. അതിനുള്ള മറുപടിയായിരുന്നു അത്.
നായകൻ തന്റെ കുട്ടിക്കാലത്ത് സഹോദരങ്ങൾക്കൊപ്പം എടുത്ത ഒരു ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു. അല്ല, സത്യത്തിൽ ആ പാഴ്സൽ അവിടെ നേരിട്ട് കൊണ്ടുകൊടുത്തത് നായകൻ തന്നെയാണ്. ഇത് നൽകിയിട്ട് അദ്ദേഹം എവിടെ പോയി എന്ന് കരുതി അവൾ നായകനെ തിരയുമ്പോൾ ഈ വശത്ത് ഫോട്ടോയിലുണ്ടായിരുന്ന സ്ഥലം ഡിറ്റക്റ്റീവ് കണ്ടെത്തി അവിടെ എത്തിയിരിക്കുന്നു. ഫോട്ടോയ്ക്ക് താഴെയുണ്ടായിരുന്ന നമ്പർ ആ കെട്ടിടത്തിലെ കാർ പാർക്കിംഗ് സ്ലോട്ടിന്റെ നമ്പറായിരുന്നു. നായകൻ നൽകിയ ആ നമ്പറിലുള്ള സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ മൂടിയിട്ടിരുന്ന തുണി മാറ്റിയപ്പോൾ ഹോട്ടലിലേക്ക് വരുന്ന വഴി കാറിൽ വെച്ച് നായകനും ഡിറ്റക്റ്റീവും സംസാരിക്കുമ്പോൾ തനിക്ക് പഴയ മോഡലിലുള്ള ഈ കാർ വലിയ ഇഷ്ടമാണെന്നും കുട്ടിക്കാലം മുതലേ ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നും ഡിറ്റക്റ്റീവ് പറഞ്ഞിരുന്നല്ലോ. ഡിറ്റക്റ്റീവ് ചെയ്ത സഹായത്തിന് പകരമായി നായകൻ ആ കാർ അദ്ദേഹത്തിന് സമ്മാനമായി അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. എന്തൊരു മനുഷ്യനാണിവൻ എന്ന് അത്ഭുതപ്പെട്ട് ഡിറ്റക്റ്റീവ് കാറിനുള്ളിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു കൊച്ചു കപ്പൽ പോലെ ആ വണ്ടി നീങ്ങുമ്പോൾ തന്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം സഫലമായതിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്നു. ആ പുഞ്ചിരിയോടെ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങൾക്കിഷ്ടമായോ? കമന്റിൽ പറയണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അടുത്തൊരു നല്ല സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.